ചേട്ടാ ഈ പാർട്ടി ഇതുവരെ ഒന്നും പഠിച്ചിട്ടുള്ള തോന്നുന്നു. അതായത് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യമാണ് പറയുന്നത്. കാരണം കണ്ണൂരിൽ വോട്ട് ചോദിച്ചൊരു ക്യാമ്പസിലേക്ക് കടന്നു ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ SFIക്കാർ ആട്ടി ഓടിച്ചു വിടുകയാണ്. യഥാർത്ഥത്തിൽ ഒരു ജനപ്രതിനിധിക്ക് വോട്ട് ചോദിക്കാൻ ക്യാമ്പസുകളിലേക്ക് കടന്നു ചെല്ലാൻ പാടില്ലേ? അല്ല, ക്യാമ്പസ് എന്നല്ല, ഈ കണ്ണൂർ ഘടകം എന്നല്ല, CPM ഒരു 2 ടേം ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷം അവർ കരുതുന്നത് അവരെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അവർ ഇപ്പോൾ തന്നെ ഈ സംഭവം എന്ന് പറയുന്നത് കണ്ണൂർ കെ സുധാകരൻ മത്സരിക്കാനിരുന്ന അതേ മണ്ഡലത്തിൽ പുതിയതായി സ്ഥാനാർത്ഥിയായിട്ടുള്ള അവരുടെ മോഹനൻ എന്ന് പറയുന്ന UDF കാൻഡിഡേറ്റ് ആണ് പോയിരിക്കുന്നത്. സമ്മതിദാന അവകാശം തനിക്ക് ചെയ്യണമെന്ന് ചോദിക്കാനായി പോളിടെക്നിക്കലി ചോദിക്കപ്പം 18 വയസ്സ് 19 വയസ്സിന് ശേഷമുള്ളവരോട് ചോദിക്കാൻ, അത് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്ന പോലെ വോട്ട് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഈ രാജ്യത്തുണ്ട്. ജനാധിപത്യ രാജ്യമാണ്. ഇവരുടെ ആരുടെയും കുത്തകയൊന്നുമല്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന അവരുടെ നേതാവ് കണ്ണൂർ പാർട്ടി ഭരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഈ SFI അടക്കി നിർത്തണമെന്ന് പലതവണ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്, നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്, പലതവണ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയുടെ വിഷയമാണെങ്കിൽ പോലും രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് ഇരച്ചു കയറി ഓഫീസ് തല്ലി തകർക്കുന്ന SFIക്കാരെ നമ്മൾ കണ്ടത്. അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കുന്നത് നമ്മൾ കണ്ടതേയില്ല. അപ്പോൾ അന്ന് പാർലമെന്റിൽ ഉന്നയിച്ചതാണ് ഈ വിഷയം. നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ക്യാമ്പസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു ജനപ്രതിനിധിയാണ്, അദ്ദേഹം വോട്ട് ചോദിച്ചു പൊക്കോട്ടെ. പക്ഷേ അവരിപ്പോൾ നമുക്കറിയാം, കേരളത്തിലെ മിക്കവാറും ക്യാമ്പസുകളെല്ലാം കൈയടക്കി വെച്ചിട്ടുള്ളത് ഇവിടെ SFI ആണ്. SFI സംഘടന തന്നെയാണ്. അതിന് തർക്കങ്ങളൊന്നുമില്ല. അവർ അടിച്ചാണെങ്കിലും ഇടിച്ചാണെങ്കിലും സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് കേരളത്തിലെ ക്യാമ്പസുകളിൽ KSU പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ തിരിച്ചടിക്കാൻ ശേഷിയുണ്ടാകുന്ന കുറച്ചു പേർ ക്യാമ്പസിനകത്ത് വന്നതിന് ശേഷമാണ് അവിടെ KSU വളരുന്നത്. അതെ, അത് പിടിച്ചതിന്റെ കാരണം ഇതാണ്. തിരിച്ചടിക്കാൻ ശേഷി ഉണ്ടാകുമ്പോൾ മാത്രമാണ് KSU അവിടെ വളരുന്ന രീതിയിലേക്ക് പോകുന്നത്. കാരണം SFIയെ സംബന്ധിച്ച് ആരെങ്കിലും സംഘടനാ പ്രവർത്തനവുമായിട്ട് ക്യാമ്പസുകളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവരെ അടിച്ചോടിക്കും. അവർക്കൊരു സ്പേസ് കൊടുക്കത്തില്ല. ആർക്കും വളരാനുള്ള സ്പേസ് ക്യാമ്പസുകളിലെങ്ങും SFI കൊടുക്കത്തില്ല. അവരാണ് അവിടെ ഭരിക്കുന്നതെങ്കിൽ, അവരാണ് അവിടെ ഏകാധിപത്യപരമായിട്ട് മുന്നോട്ട് പോകുന്നതെങ്കിൽ, മറ്റേതെങ്കിലും ഒരു സംഘടന ഒരു ഫ്ലെക്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് കീർക്കളയും, ഒരു ബാനർ വെച്ചാൽ അത് കീർക്കളയും, വെക്കാൻ വരുന്നവനെ തല്ലി ഓടിക്കും. അതാണ് SFIയെ സംബന്ധിച്ച് പൊതുവായിട്ടൊരു ധാരണ. നമുക്കറിയാം, കണ്ണൂരിനെ സംബന്ധിച്ച് കണ്ണൂർ ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടയൊക്കെയാണ്. ഇപ്പൊ കോട്ടയാണ് എന്ന് പറയാൻ കഴിയില്ല. ഇപ്പൊ ആകെ നശിച്ച് നാരായണക്കല്ല് കീറി എന്നൊക്കെ പറയുന്ന പോലെ തിന്ന ചോറിന്റെ കണക്ക് വരെ വിളിച്ചു പറയുന്ന രീതിയിലേക്ക് അതപ്പതിച്ച ഒരു പാർട്ടിയായി മാറിയില്ലേ? ഏത് കാലത്തും LDF ഭരിക്കുമ്പോൾ, LDF ഭരിക്കുന്ന സമയത്ത് പേരുദോഷം ഉണ്ടാകുന്ന ഒരു കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന സഖാക്കളുള്ളതുകൊണ്ട് എനിക്ക് ആ ചിത്രം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെ അടിച്ചില്ലല്ലോ, ഒരു ജനപ്രതിനിധിയായിട്ട് അദ്ദേഹത്തിനെ അടിച്ചില്ലല്ലോ. അദ്ദേഹം അവിടുത്തെ ഒരു തലമുതിർന്ന നേതാവാണ് അല്ലേ? ക്യാമ്പസിൽ SFIക്ക് എന്ത് തലമുതിർന്ന നേതാവ്, ഏത് നേതാവ്? പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് കുഴിമാടം വിട്ടുന്ന ഒരു സംഘടനയാണ്. പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് കരിയോലൊഴിക്കുന്ന സംഘടനയാണ്. പഠിപ്പിക്കുന്ന അധ്യാപകരെ ചീത്ത വിളിക്കുന്ന ഒരു സംഘടനയാണ്. അങ്ങനെ ഒരു സംഘടനയ്ക്ക് ഏത് മുതിർന്ന നേതാവ്, ഏത് കോൺഗ്രസ്സുകാരൻ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനതിൽ അതിശയിച്ചത്, അദ്ദേഹം വോട്ട് ചോദിച്ച ആ ക്ലാസ് റൂമിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു സാഹചര്യത്തിൽ ഇറങ്ങി പോടാ എന്ന് പറഞ്ഞ് തല്ലിയില്ലല്ലോ. വാക്ക് തർക്കം ഉണ്ടായി. അത് സ്വാഭാവികമായിട്ടും SFIക്കാർ, അതായത് SFIയെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ്. ആദ്യമേ വാക്ക് തർക്കം, അവസാനം എനിക്കൊന്നു ഒരു സ്ഥാനാർത്ഥി ആയതുകൊണ്ടായിരിക്കാം, ഒരു വിഷയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അടിക്കാതെ വിട്ടത്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇപ്പോൾ ക്യാമ്പസിനകത്തെ തന്നെ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വേറെ ആരെങ്കിലും ആണ് വരുന്നതെങ്കിൽ അടിച്ചോടിച്ചു വിടും. അതാണ് അവിടുത്തെ ഒരു രീതി. പക്ഷെ അവിടെ കോൺഗ്രസിന്റെ ഒരു ജനപ്രതിനിധി ആയതുകൊണ്ട്, ജനപ്രതിനിധി അല്ല, ഒരു മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ആയതുകൊണ്ട് അടിക്കാതെ വിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് അവിടെ നടന്നത്. എന്ന് തന്നെയാണെങ്കിലും നമുക്കറിയാം, കണ്ണൂർ ഘടകത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഇത് എന്താണെങ്കിലും കണ്ണൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയൊരു തിരിച്ചടിയാവും. നാണക്കേടായിരിക്കും ഈ ഒരു വിഷയം എന്ന് പറയുന്നത്. അല്ല, ഇത് മാത്രമല്ല, രാഹുൽ എന്ന് ആലോചിച്ച് നോക്കിയേ, ഈ മട്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, ഈ ശൈലജ ജയിച്ച സ്ഥലത്താണ്, അവിടെയും ഇതുപോലെ പോളിടെക്നിക്കില് SFI പിള്ളേര് പോലീസ് കൊണ്ടുവന്ന് നിർത്തിയ പോലീസ് ജീപ്പിനകത്തേക്ക് പിടിച്ചു കയറ്റിയ KSU SFI തല്ലില് ഇതിപ്പോ നടന്നിട്ട് 1 കൊല്ലമോ 2 കൊല്ലമായി മട്ടന്നൂർ സംഭവിച്ചതാ. പോലീസിനെ പണിയെടുക്കാൻ സമ്മതിക്കുന്നില്ല. ദേശാഭിമാനി പ്രാദേശിക ലേഖകൻ വരെ ഈ പിള്ളേരോടൊപ്പം ചേർന്ന് പോലീസ് ജീപ്പിനകത്ത് കയറ്റി ഇവരെ തിരിച്ചിറക്കുന്നു. എന്നിട്ട് പോലീസ് അവരുടെ തൊഴിലെടുക്കാൻ സമ്മതിക്കുന്നില്ല. ഞങ്ങളുടെ ഈ തൊഴിലിടത്ത് നിന്ന് മാറ്റിത്തരണമെന്ന് പറഞ്ഞ് അവർ എഴുതി കൊടുത്തു. മട്ടന്നൂരുണ്ടായ സംഭവം. പോലീസിന്റെ ഗതികേട് അല്ലാതെ എന്ത് പറയാനാണ്? അല്ല, ഇതില് സംഭവിക്കുന്ന മറ്റൊന്നുമല്ല. ഇത് ഈ പറയുന്ന രീതിയിൽ അത്ര കണ്ട് അഹങ്കരിച്ചിരിക്കുകയാണ് അവര്.
കാലാകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിൽ ഇരിക്കുമ്പോൾ കണ്ണൂരുണ്ടാകുന്ന മോശപ്പേര് തന്നെയാണ് ഇവരെ ഈ പാർട്ടിയെ നശിപ്പിക്കുന്നത്. വിദ്യാർത്ഥി സംഘടന നമുക്കറിയാം. ഇപ്പോൾ അവര് പറയാൻ പോകുന്നത് ഞങ്ങൾ ഒരു പാർട്ടിയുടെയും കീഴിലല്ല, ഞങ്ങൾ സ്വതന്ത്ര സംഘടനയാണ് എന്നൊക്കെയായിരിക്കും ഡിവൈഎഫ്ഐയും SFI ഒക്കെ പറയാൻ പോകുന്നത്. ഇവർക്കൊരു നാഥനില്ല. നേരത്തെ ആണെങ്കിൽ ഈ പറയുന്ന CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് DYFI SFIയെ നിയന്ത്രിക്കാൻ കോടിയേരി ബാലകൃഷ്ണൻ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണനാണ് ഈ SFIയെയും DYFI ഒക്കെ നിയന്ത്രിച്ചിരുന്നത്. ഇന്ന് SFIയെയും DYFI നിയന്ത്രിക്കാൻ ആരുമില്ല. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഈ CPM-ന്റെ റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ടാണ് ഈ SFI ആണെങ്കിലും DYFI എല്ലാം ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് അതിനെ എല്ലാം മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം PK ശശി പറഞ്ഞ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ അവിടെ കിടപ്പുണ്ട്. അതായത് കഞ്ചാവ് അടിച്ചിട്ട് വരുന്ന അല്ലെങ്കിൽ പുക വലിച്ച് നിൽക്കാൻ കഴിയാതെ ഒരാൾ ചാരി നിന്നിട്ട് വരുന്ന SFIയുടെ നേതൃത്വത്തെ പറ്റി പറയുന്നത് അത് സ്വാഭാവികമായിട്ടും SFIക്ക് ഉണ്ടാക്കുന്ന ഒരു നാണക്കേടുണ്ട്. അത് മാത്രമല്ല പല ക്യാമ്പസുകളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഈ കഞ്ചാവുമായിട്ട് പിടിക്കുന്ന SFI നേതാക്കന്മാരുടെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ. തിരുവനന്തപുരത്ത് മദ്യപാന സദസ്സിന്റെ വീഡിയോ വന്ന പുറത്തുണ്ട്. കോളേജിൽ SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയായിട്ട് മദ്യവെച്ചിട്ട് അങ്ങനെ കുറെ വിഷയങ്ങളുണ്ട്. അപ്പോ ഇതിലെല്ലാം SFI നാണം കിടന്ന ഒരു സാഹചര്യത്തിലേക്ക് നല്ല കാലം ഉണ്ടായിരുന്നു. SFIയിൽ ഉണ്ടായിരുന്ന പ്രവർത്തകരൊന്നും പഴയ ആ ഒരു അടുക്കും ചിട്ടയും മാന്യത ഉണ്ടായിരുന്ന എത്ര പ്രവർത്തകരുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ അടിച്ചും പിടിച്ചും എങ്ങനെയെങ്കിലും പഠനകാലത്തുണ്ടല്ലോ SFIയിൽ ഉണ്ടെന്ന് പറയുന്ന ഒരു പ്രൗഡായിരുന്നു. അന്നത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ SFIയിൽ ഉണ്ടെന്ന് പറയുന്ന ഒരു പ്രൗഡായിരുന്നു. ഇന്നിപ്പോ എന്താണ് നടക്കുന്നത്? സാമൂഹ്യ വിരുദ്ധന്മാരെക്കാളും ഗതികെട്ട അവസ്ഥയിലല്ലേ SFI. ഇത് വേറൊന്നും കൊണ്ടല്ലോ രാഹുൽ. നമ്മൾ കോടിയേരി ബാലകൃഷ്ണന്റെ കാര്യം പറഞ്ഞു. ഈ യുവജന സംഘടനകളെ SFI ഇത് ബാലജന സഖ്യത്തിൽ തുടങ്ങുകയാണ്. ഇവരുടെ ഈ പറയുന്ന വിദ്യാർത്ഥി സംഘടനയായിരുന്നാലും മറ്റ് സംഘടനകളായിരുന്നാലും ഇതിനെ നിയന്ത്രിക്കാൻ ഒരു നാഥൻ ഉണ്ടായിരുന്നു. ഈ കാണിക്കുന്ന എല്ലാ പേക്കൂത്തിനെയും ചെയ്തോടാ മക്കളെ അല്ലെങ്കിൽ പോയി ചെയ്തിട്ട് വാടാ എന്ന് പറയുന്ന ഒരു ശരീരഭാഷ നേതൃത്വത്തിനുണ്ടെങ്കിൽ പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സംരക്ഷിക്കാൻ ആൾക്കാരുണ്ട്. സംരക്ഷിക്കാനാ. കാരണവർ പറയാണ് പോയി അടിച്ചിട്ട് വാടാന്ന്. കാരണവർ കണ്ട് സന്തോഷിക്കുകയാണ്. കാരണം അവർ ഈ ഇടിയൊക്കെ കണ്ട് സന്തോഷിക്കുന്ന ഒരു കാരണവരുള്ളപ്പോ വീട്ടിൽ പിള്ളേർ അടിച്ചാലത് രക്ഷാപ്രവർത്തനമാണെന്നേ. അതെ ആരെ നമ്മളെ ജീവിതത്തിൽ സിനിമയിൽ പോലും ഇങ്ങനത്തെ സംഘടന രംഗം കണ്ടിട്ടില്ല അല്ലെ. ഹെൽമറ്റ് മാറി അടിക്കുക, ചെടിച്ചട്ടി എടുത്ത് അടിക്കുക, എന്നിട്ട് അതിനെ രാഹുൽ അവിടെ മുതൽ തുടങ്ങുകയാണ്. ഈ പിള്ളേർക്ക് എന്ത് ചെയ്താലും ഒരു പ്രശ്നം ഉണ്ടാവൂല. ചെയ്തോ എന്ന് പറയുന്ന ഒരു മൗനസമ്മതമാണ്. ആ മൗനസമ്മതം ഈ പിള്ളേരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നറിയോ? ഇവർക്കൊക്കെ ഈ കാണുന്ന സംരക്ഷണ കവചം കഴിയാറായി. അല്ല, ഞാൻ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ടു പോയത് ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സമരം ചെയ്യാൻ പോയ കുറെ SFIക്കാരുണ്ട്. അവരൊക്കെ പിന്നീട് എവിടെ പോയി എന്നൊരു ചോദ്യമുണ്ട്. PM ശ്രീക്കെതിരെ സമരം ചെയ്ത SFIക്കാരുണ്ട്. അവരെവിടെ പോയത്? അല്ല, അവര് സർവകലാശാലയിൽ നടത്തിയ സമരം കണ്ടല്ലോ അല്ലെ. അവിടെ VC കയറാൻ സമ്മതിക്കാതെ സമരം ചെയ്ത് കണ്ടല്ലോ. എന്നിട്ട് MP ഗോവിന്ദൻ വന്നിട്ട് സമരം ചെയ്തോടാ മക്കളെ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. എന്നിട്ട് ആ സമരം എന്തായി അല്ലെ? ബലി കൊടുക്കാൻ വേണ്ടി കുറച്ച് ആളുകൾ, അത് മാത്രമാണ് ഈ വിദ്യാർത്ഥി സംഘടനയും DYFIയും കൊണ്ട് ഇവിടുത്തെ പാർട്ടി ഉദ്ദേശിക്കുന്നത്. രക്തസാക്ഷികളെ കിട്ടുക എന്നുള്ളതല്ലേ. നമ്മൾ തലസ്ഥാനം എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടല്ലോ. അതിൽ എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരനെ ഈ പറയുന്ന നേതൃനിര എങ്ങനെ ബലിയാടാക്കുന്നുണ്ടല്ലോ. അതുപോലെ ഒരു വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും അവരുടെ കുടുംബത്തിനെ ഈ പിള്ളേർ നഷ്ടമാവുന്നുള്ളൂ. അത് ഈ കുട്ടികൾ പ്രായം അതായതുകൊണ്ടാണ്. കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് തീറ്റിക്കുക എന്നൊക്കെ പറയുന്നത്. രാഹുൽ, ഇതിനകത്ത് നമുക്ക് ഒറ്റ സാരാംശമേ നമുക്ക് പറയാനുള്ളൂ. കണ്ണൂര് ഈ പറയുന്ന കുട്ടികൾ ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചാൽ എന്തിനും ഏതിനും ഞങ്ങൾക്ക് ചോദിക്കാനോ പറയാനോ ഞങ്ങൾക്ക് ആളുണ്ട്. ഞങ്ങൾ എന്ത് കാണിച്ചാലും ഞങ്ങളെ രക്ഷിക്കും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ആർഷോ എന്ന് പറഞ്ഞൊരു നേതാവ് ഉണ്ടായിരുന്ന അറിയാമല്ലോ അല്ലെ. എന്തൊക്കെയാണ് ഈ ശശി പറഞ്ഞത്? ആരെയാണെന്ന് മനസ്സിലായല്ലോ. വേറെ ആരെയുമല്ല. ശശി എന്ന് പറയുന്ന നേതാവിനെ അയാളുടെ പിതാവിനേക്കാളും പ്രായമുണ്ട്. ആർഷോയുടെ പിതാവിനേക്കാളും പ്രായമുണ്ട്. ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവർ വലിയ തത്വങ്ങളും വേദങ്ങളും ഒക്കെ പറയുന്നതാണല്ലോ. ഇപ്പൊ TK ഗോവിന്ദൻ എന്ന് പറഞ്ഞൊരു നേതാവ് പോയപ്പോഴത്തേക്ക് ഇവരെല്ലാം പറഞ്ഞു അദ്ദേഹം പാർട്ടി അച്ചടക്കം ലംഘിച്ചു, വർഗവഞ്ചകനെന്ന്. ഈ പാർട്ടി കമ്മിറ്റിക്കകത്തെ പാർട്ടിയിൽ ഒരു സഖാവിനെ വിമർശിക്കാവൂ? പൊതുനിരത്തി വന്ന് ഇങ്ങനെയൊക്കെ പറയേണ്ട വല്ല കാരണം പാർട്ടിയിൽ നിന്ന് പുറത്തു പോലുമില്ല ശശി. അപ്പൊ അങ്ങനെ ഈ പറയുന്ന രീതിയിൽ യുവാക്കളെ കെട്ടഴിച്ച് വിട്ടുകൊണ്ട് തന്നെയാണ് ഇവർ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞു നിങ്ങളുടെ നേതാവിന്റെ ഭരണകാലം കഴിഞ്ഞു അല്ലെ. നിങ്ങളുടെ നേതാവിന്റെ ഭരണകാലം കഴിഞ്ഞു. ഇപ്പൊ ആഭ്യന്തര വകുപ്പ് ഒരു കെയർടേക്കർ ഗവൺമെന്റ് ആണ്. ഇപ്പൊ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്ത് ഒരു കെയർടേക്കർ മുഖ്യമന്ത്രിയാണ്. അത് പിള്ളേരെ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത്. അല്ലാതെ ഈ പറയുന്ന പോലെ ഇനി അങ്ങോട്ടുള്ള കാലത്തൊന്നും ഈ പറയുന്ന തൊഴിക്കുന്ന നിങ്ങളെ രക്ഷിക്കാനൊന്നും ആരും വരത്തില്ല. അപ്പോൾ അതിന്റെ കാരണവും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നേതാവ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. എന്നിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം സന്യാസി ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഇത്രയും മനസ്സിലാക്കാനേ ഉള്ളൂ. ഇത്രയും നടന്നുള്ളത് രാഹുൽ പറഞ്ഞ പോലെ ഇത്രയും നടന്നുള്ളത് അല്ലെ. മോഹനൻ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ SFIയിൽ നിന്നും രക്ഷപ്പെട്ട് മോഹനൻ നേതാവ്
പോളിടെക്നിക്കൽ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അല്ല, ജയിക്കാതിരിക്കാൻ എന്താ കുഴപ്പം? കണ്ണൂര് അദ്ദേഹത്തിന് ആ സീറ്റ് കോൺഗ്രസ് ജയിക്കുന്ന നമ്മുടെ കടന്നപ്പള്ളി രാമചന്ദ്രനല്ലേ എതിർ സ്ഥാനാർത്ഥി. കണ്ണൂര് ടൗൺസ് ആണെന്ന് തോന്നുന്നു മണ്ഡലം. അദ്ദേഹം ജയിക്കും. നിങ്ങൾ നോക്കിക്കോ, അദ്ദേഹം ജയിക്കും. സുധാകരൻ ഇറങ്ങിയിട്ടുണ്ട് വർക്കിന്, സുധാകരൻ ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോ പറഞ്ഞിരിക്കുന്നത് പിന്നെ നമ്മുടെ ഗോവിന്ദ മാഷ് ഇപ്പൊ അവരെ പാർട്ടിയിൽ നിന്ന് മാറിയ. അല്ല ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, സുധാകരനും അതേപോലെ തന്നെയാണ്. ഇപ്പൊ സുധാകരനെ സംബന്ധിച്ചറിയാലോ, ഇപ്പോൾ KSU വിദ്യാർത്ഥികൾ അടികൊണ്ട് കിടക്കുന്ന സമയത്ത് വിളിച്ചിട്ട് തിരിച്ചടിച്ചോടാ മക്കളെ എന്ന് ചോദിക്കുന്ന ഒരു നേതാവുണ്ട്. അല്ല, അത് അടിച്ചിട്ടല്ലേ തിരിച്ചടിച്ചോന്ന് ചോദിക്കുന്നത്. അതല്ലോ, അല്ലേ, അടിച്ചിട്ടല്ലേ തിരിച്ചടിച്ചെന്ന് ചോദിക്കുന്നത്, അല്ലാതെ അടിച്ചോടാ മക്കളെ എന്ന് തുടക്കത്തില് പറഞ്ഞില്ലല്ലോ. അതെ, എന്താണെങ്കിലും ചേട്ടൻ പറഞ്ഞതുപോലെ സുധാകരന്റെ പിള്ളേര് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അല്ല, അങ്ങനെയൊക്കെ വേണം രാഹുലെ. എവിടെയെങ്കിലും ഒക്കെ ഇവര് തിരിച്ചു പറയാൻ ഒരു ശക്തി ഉണ്ടെന്നൊരു തോന്നലില്ല എന്നുണ്ടെങ്കിലേ ഇവരൊക്കെ ഈ കാണുന്നതല്ല, ഇതിനപ്പുറം കാണിക്കും. വയസ്സ് 80 കഴിഞ്ഞൊരു മനുഷ്യൻ ഇപ്പോഴും സന്യാസി ജീവിതം എന്ന് പറയുമ്പോഴും അദ്ദേഹം കാണിക്കുന്നത് ഒരു 25-കാരന്റെ ശൗര്യമല്ലേ? അത് നിർത്തിക്കൂടെ? 25-കാരന്റെ ശൗര്യവും 85-കാരൻ കാണിച്ചാൽ അതൊരു ക്ലീശയല്ലേ രാഹുലെ? കന്നു കൂത്താടിയാൽ കൊള്ളാം, കാള കൂത്താടിയാൽ അത് കൊള്ളത്തില്ല എന്ന് സ്വയം മനസ്സിലാക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? അല്ലേ? നമ്മൾ പറയുന്നത് തെറ്റുണ്ടോ? അപ്പൊ അദ്ദേഹം തന്നെയാണ് ഈ കാണിക്കുന്നത്. കാരണം ഇവര് കാണിക്കുമ്പോൾ പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ?